ആണെന്നൊന്ന് വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ബോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല, അപകടത്തിൽ വീഴാൻ ചാല് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ കുളം ഉള്ളത്. ഒരു ചാല് കടന്നത് വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ പാലങ്ങളാണുള്ളത്. അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. ഇവിടെ CCTV ഇല്ല ഈ ഭാഗത്തിൽ. ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്കിൽ CCTV ഉണ്ട്. അത് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ CCTV പരിശോധിച്ചു, പക്ഷെ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പോലീസിന് പാർക്ക് ഈ വാട്ടർ ടാങ്കിന്റെ തൊട്ട് സൈഡിലുള്ളതാണ് പാർക്ക്. പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് കിട്ടിയ വിവരം. ഇതല്ല, പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. പക്ഷെ ഈ വഴിയും പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അമ്മ ആ വഴിക്ക് പോയതാണ്. അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് ഏതായാലും അമ്മ രാവിലെ ഇതിൽ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞത്. ഒരു അസ്വാഭാവികത ഉണ്ട്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല. കുട്ടി വീട്ടിൽ നിന്ന് അധികം ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല. ഏതായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ്. ഇന്നലെ ഇവിടെ നടത്തിയില്ല. കാരണം ഡോഗ് സ്ക്വാഡ് വന്നത് മറ്റ് 2 കുളത്തിന്റെ പരിസരത്തൂടെയാണ്. അപ്പോൾ ആ 2 കുളത്തിലാണ് ഇന്നലെ. ആ ക്വാർട്ടേഴ്സിന്റെ 100 മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളമുള്ളത്. അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഇന്നലെ ഈ കുളം നമ്മളാരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്നൊരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളം ഉള്ളത്. മറിഞ്ഞു വീണു പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം അപകടം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. അല്ല, മറ്റു 2 സ്ഥിതി വരുമ്പോൾ നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം. ആൾപെരുമാറ്റമുള്ള സ്ഥലം തന്നെയാണോ ഇവിടെ ഈ കുളത്തിന്റെ പരിസരമൊക്കെ? ആൾപെരുമാറ്റമുള്ളതാണ്. കാരണം കുളിക്കാൻ ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ആൾപെരുമാറ്റമുള്ള. പക്ഷെ ആ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവും. കാരണം കുളിച്ചിട്ടുണ്ടാവാൻ സാധ്യത അപ്പോഴൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം പട്ട് കഴിഞ്ഞാൽ ബോഡി പോകുമ്പോൾ അല്ല, അത് നമ്മൾ വെള്ളത്തിനകത്ത് ബോഡി കിടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതായാലും അത് പോലീസ് വിശദമായൊരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന, അതിന് വിശദമായൊരു അന്വേഷണം തന്നെ വേണം. തീർച്ചയായും അവന്തിക ഇപ്പോൾ പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനാണ് സംസാരിച്ചത്. എന്തായാലും ഈ കുട്ടിയുടെ ബോഡി ലഭിച്ചിരിക്കുന്ന ഈ കുളത്തിൽ കുട്ടി എന്തായാലും പെട്ടെന്ന് വീഴാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു കനാൽ, അതായത് ഈ ദൃശ്യങ്ങളിൽ ഒരു കനാൽ കാണാം. ഈ കനാൽ ഇത് ചാടി കടന്ന് വേണം അപ്പുറത്തെ കുളത്തിലേക്ക് എത്താൻ വേണ്ടി. അത്രയും, അതായത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരാൾക്ക് മാത്രമാണ് ഇത് ചാടിക്കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ കുട്ടി ഇത് ചാടിക്കടന്ന് ഈ പ്രദേശത്തേക്ക്, അതായത് ഈ കുളത്തിൻ്റെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം കുറച്ച് പ്രയാസപ്പെട്ട് വേണം തന്നെ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. മുതിർന്ന ആളുകൾക്ക് മാത്രമാണ് ഈ കുളത്തിലേക്ക് അങ്ങനെ ചാടിക്കടന്ന് ഇറങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും ചെറിയ പാലം ഒരു ഭാഗത്തുണ്ട്. ഇനി ആ പാലത്തിലൂടെയാണോ കടന്നു വന്നത് എന്നതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് തന്നെയാണ് നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കുളത്തിൽ നിരവധി ആളുകൾ കുളിക്കാനും അതേപോലെ തന്നെ അലക്കാനൊക്കെ വരുന്ന ഒരു കുളം കൂടിയാണ്. അതിനാൽ തന്നെ ജനങ്ങൾ എല്ലാ ദിവസവും ഇടപഴകുന്ന ഒരു കുളമായതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ ഒരു പരിശോധന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി കുട്ടി നടന്നു പോകുമ്പോൾ വഴുതി വീഴാനുള്ള ഒരു സാഹചര്യമൊന്നും നിലവിൽ നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നില്ല. സമീപത്ത് ചെറിയ പാലങ്ങളും അതേപോലെ തന്നെ ചെറിയ സ്ലാബുകളുമാണ് ഈ കുളത്തിലേക്ക് വരാനുള്ള ഈ ചെറിയ കനാലിൻ്റെ ഭാഗത്തുള്ളത്. അതിനാൽ തന്നെ അതൊക്കെ കൃത്യമായ രീതിയിൽ പരിശോധിക്കും എന്ന് തന്നെയാണ് നഗരസഭാ ചെയർമാനും വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടെ തന്നെയാണ് കുട്ടിയെ വീട്ടിൽ നിന്ന് വെച്ച് കാണാനാവുന്നത്. 1 കിലോമീറ്ററോളം അകലെയുള്ള ഒരു കുളത്തിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കുട്ടിയുടെ മാതാവ് ഇന്നലെ ഇതുവഴി പോയിരുന്നു എന്നാണ്
നിലവിൽ നാട്ടുകാർ പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ചെറിയൊരു സ്ലാബുണ്ട്. ചിലപ്പോൾ ഈ സ്ലാബ് കടന്ന് ചിലപ്പോൾ കുട്ടി കുളത്തിൻ്റെ അരികിലേക്ക് വന്നതാണോ എന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും ഈ പ്രദേശത്ത് പൊതുവെ കുട്ടി എത്താറില്ല. എന്നാൽ ഈ പ്രദേശത്ത്, അതായത് ഈ പ്രദേശത്തിന് സമീപം ഒരു പാർക്കുണ്ട്. ആ പാർക്കിലേക്ക് ഇവർ കളിക്കാൻ പോകാറുണ്ട് എന്ന് തന്നെയാണ് നഗരസഭാ ചെയർമാനും വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെ കുട്ടിയുടെ മാതാവ് ഇതുവഴിയാണ് പാലക്കാടേക്ക് പോയിരുന്നത്. അതിനാൽ കുട്ടി ആ സമയത്ത് മാതാവിന് പുറകെ പോയിട്ടുണ്ടോ, അത്തരം കുറേ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായ വിവരങ്ങൾ എന്നാൽ മാത്രമേ പുറത്തു വരികയുള്ളൂ.